കർണാടകയിലടക്കം വോട്ടർ പട്ടികയിൽ വൻതോതിൽ ക്രമക്കേട് നടന്നെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഖണ്ഡിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു. ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ, വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരായവരുടെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഒപ്പിട്ട സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിനായുള്ള സത്യവാങ്മൂലത്തിന്റെ മാതൃകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് അയച്ചു നൽകി. വിഷയത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഈ നടപടിയെന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതിജ്ഞാപത്രം നൽകില്ലെന്നും പൊതുപ്രവർത്തകനായ താൻ പരസ്യമായി പറയുന്നത് കളവാണെങ്കിൽ കമ്മീഷൻ നടപടിയെടുക്കട്ടെയെന്നും രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറെന്ന് KC വേണുഗോപാൽ MP. എല്ലാ തെളിവുകളും കാണിക്കാമെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കർണാടകത്തിൽ ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി സ്വന്തം തലച്ചോറ് പരിശോധിപ്പിക്കണമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് വോട്ട് മോഷണം നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഫട്നാവിസിന്റെ പരിഹാസം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ തലച്ചോറ് കളവുപോയി എന്നും അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് ചിപ്പ് കാണാതായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും ഫട്നാവിസ് പ്രതികരിച്ചു. തൃശൂരിലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നതായി സംശയമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നതായി സുനിൽകുമാർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുവെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഒഡീഷയിലെ ജല്ലേശ്വറിലെ ഒരു ഗ്രാമത്തിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളികളായ 2 ക്രിസ്ത്യൻ പുരോഹിതരെയും 2 കന്യാസ്ത്രീകളെയും ബജ്രംഗ്ദൾ പ്രാന്തകൾ ആക്രമിച്ചുവെന്ന് പരാതി. 2 വർഷം മുൻപ് മരിച്ച ക്രിസ്ത്യൻ മതവിശ്വാസിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനായാണ് 2 പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഗ്രാമത്തിലെത്തിയത്. രാത്രിയിൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആക്രമണത്തിനിരയായത്. പുരോഹിതരെയും കന്യാസ്ത്രീകളെയും 70ഓളം ബജ്രംഗ്ദൾ പ്രവർത്തകർ തടഞ്ഞുവെച്ചെന്നും ആക്രമിച്ചെന്നുമാണ് പരാതി. സംഘപരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ. ഒഡീഷയിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിലാണ് സഭ പ്രതിഷേധമുയർത്തുന്നത്. ആക്രമണമുണ്ടായ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടും കേസെടുത്തില്ലെന്നും നിയമ സംവിധാനങ്ങളെ വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്നുവെന്നും സഭ പ്രസ്താവനയിൽ പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ അരക്ഷിതാവസ്ഥയിലാണെന്നും കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സിറോ മലബാർ സഭ വക്താവ് പറഞ്ഞു. ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും വേട്ടയാടുകയാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. നിയമം കയ്യിലെടുക്കാൻ സംഘപരിവാറിന് ആരാണ് അധികാരം നൽകിയതെന്നും എന്താണ് ഉദ്ദേശമെന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും വ്യക്തമാക്കണമെന്നും എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നതെന്നും വേണുഗോപാൽ പ്രതികരിച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം രാജ്യത്ത് ആവർത്തിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് M നേതാവ് ജോസ് കെ മാണി. ക്രൈസ്തവരെ ഭീഷണിപ്പെടുത്തുകയാണ്, രാജ്യത്തെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുന്നു, ചിലരുടെ മാത്രം രാജ്യമാക്കാനുള്ള ശ്രമം ഇത് ഗൗരവകരമായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. മതപരിവർത്തനം ആരോപിച്ച് 2 മലയാളി വൈദികരെയും 2 മലയാളി കന്യാസ്ത്രീകളെയും ബജ്രംഗ്ദൾ പ്രവർത്തകർ ഒഡീഷയിൽ കയ്യേറ്റം ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. അമേരിക്കയുടെ ഇറക്കുമതി തീരുവ വർധന കേരളത്തിന് വലിയ ആഘാതമുണ്ടാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റബ്ബറിനെ വിജയിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച മോദിയുടെ നിലപാട് തിരിച്ചടിയായി മാറിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി നിലനിൽക്കുന്ന ഇന്ത്യക്കേറ്റ കനത്ത തിരിച്ചടിയാണിതെന്നും തീരുവ വർധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇന്ത്യയുടെ അനുമതിയോടെയാണ് അമേരിക്ക ഇത് ചെയ്തതെന്നും രാജ്യത്തെ നശിപ്പിക്കുന്ന തീരുമാനമാണിതെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള US നടപടി ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് മേഖലയെയായിരിക്കുമെന്ന് കിറ്റെക്സ് MD സാബു M ജേക്കബ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിസന്ധി നിലനിന്നാൽ കിറ്റെക്സിൽ പിരിച്ചുവിടലിലേക്കടക്കം പോകേണ്ടി വരുമെന്നും സാബു M ജേക്കബ് പറഞ്ഞു. നിയമസഭാ നടപടിക്രമങ്ങൾ കടലാസ് രഹിതമാക്കുന്ന ഈ നിയമസഭാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പദ്ധതി പ്രവർത്തനങ്ങളും ചെലവഴിച്ച തുകയും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട നിയമസഭാ ഉന്നതതല സമിതി യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു. നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് പരിശോധനയിൽ 4700 രൂപ പിടിച്ചെടുത്തു. ഓഫീസിലെ ഫയൽ റൂമിൽ സൂക്ഷിച്ച ആദാനങ്ങളുടെ പകർപ്പിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. പണം അനധികൃതമായി വാങ്ങിയത് ഏത് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും ആദാനമെഴുത്തുകാരും ഇടനിലക്കാരും മുഖേന ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന വിവരത്തിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുന്നത്.
തുടർച്ചയായ മൂന്നാം വർഷവും പ്രവർത്തന ലാഭത്തിൽ കുതിച്ച കൊച്ചി മെട്രോ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 33.34 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് കൊച്ചി മെട്രോ നേടിയത്. തൊട്ട് മുൻ വർഷത്തേക്കാൾ 10.4 കോടി രൂപയുടെ വർധനമാണിത്. കൊച്ചി മെട്രോയുടെ പ്രവർത്തന മികവിന്റെ പ്രതിഫലനമാണിതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത 444 ഡോക്ടർമാർക്കെതിരെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത 157 ഡോക്ടർമാർക്കെതിരെയും നടപടി സ്വീകരിച്ചു വരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അനധികൃതമായി സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത 84 ഡോക്ടർമാരെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത 3 ഡോക്ടർമാരെയും ഉൾപ്പെടെ 84 ഡോക്ടർമാരെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ DCC പുനർസംഘടനയുമായി ബന്ധപ്പെട്ട ദില്ലിയിൽ വീണ്ടും തിരക്കിട്ട ചർച്ചകൾ. നിലവിലെ ഭാരവാഹികളെ അടക്കം മാറ്റാതെയായിരിക്കും പുതിയ പട്ടിക വരിക എന്നാണ് വിവരം. ഇതോടെ KPCCക്ക് ജംബോ കമ്മിറ്റിയായിരിക്കും വരിക എന്നും ഉറപ്പായി. ശബരിമലയിൽ സെപ്റ്റംബറിൽ ആഗോള അയ്യപ്പൻ സംഗമം നടത്തുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സെപ്റ്റംബർ 16 മുതൽ 21 വരെയുള്ള ഇടയിലായിരിക്കും പരിപാടി നടത്തുക എന്നും കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള സംഘടനകളെ ആയിരിക്കും ക്ഷണിക്കുക എന്നും മന്ത്രി പറഞ്ഞു. എറണാകുളത്ത് മെട്രോ ട്രാക്കിന് മുകളിൽ നിന്നും ചാടിയ യുവാവ് മരിച്ചു. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ നിസാറാണ് മരിച്ചത്. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലാണ് യുവാവ് ട്രാക്കിൽ നിന്ന് റോഡിലേക്ക് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റിരുന്ന നിസാറിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടിസുനിയൻ സംഘവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ചും ലഹരിമരുന്ന് സംഘത്തെ നിയന്ത്രിക്കുന്നതായി ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിൽ. ജയിലിനകത്തും പുറത്തും ലഹരിമരുന്ന് വിൽപ്പനയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൊടിസുനി, കിർമാണി മനോജ് എന്നീ ബ്രിട്ടോ എന്നീ തടവുപുള്ളികളാണ് നേതൃത്വം നൽകുന്നത്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൊടിസുനിയെ കണ്ണൂർ സംഘം ജയിലിൽ നിന്നും തവനൂർ ജയിലിലേക്ക് മാറ്റാനാണ് അധികൃതരുടെ തീരുമാനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കുന്നതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാൻ തീരുമാനം. ക്ഷേത്ര ഭരണ സമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് വീണ്ടും നിലവറ തുറക്കൽ ചർച്ചയായത്. ഉപദേശക സമിതിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് തുറക്കലിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കേണ്ട കാര്യം എടുത്തു പറഞ്ഞത്. സംസ്ഥാനത്ത് BJPക്ക് ജംബോ കോർ കമ്മിറ്റി രൂപീകരിച്ച് 21 അംഗ കോർ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇത്രയധികം അംഗങ്ങൾ ഇതാദ്യമായാണ് കമ്മിറ്റിയിൽ വരുന്നത്. പുറത്തുവിട്ട പട്ടിക പ്രകാരം മുൻ അധ്യക്ഷന്മാരോടൊപ്പം 7 വൈസ് പ്രസിഡന്റുമാരും കമ്മിറ്റിയിലുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും C സദാനന്ദനും പട്ടികയിലുണ്ട്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി CM സെബാസ്റ്റ്യന്റെ സഹായികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്താൽ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതേസമയം ജീനമ കേസിൽ സെബാസ്റ്റ്യനെ വീണ്ടും 6 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വീണ്ടും വിട്ടു.